പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമൂറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെക്കണമെന്ന പ്രോസിക്യൂഷൻ അപേക്ഷയിൽ വിധി നാളെ ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. ശിക്ഷാവിധി ഒഴിവാക്കണമെന്ന അമീറുൽ ഇസ്ലാമിന്റെ ആവശ്യത്തിലും കോടതി വിധി പറയും. ജിഷ കൊല്ലപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിയിന്മേലുള്ള അപ്പീലിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസുമാരായ PG അജിത് കുമാർ, S മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. 2017 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 1500 പേജുള്ള കുറ്റപത്രമനുസരിച്ചായിരുന്നു വിചാരണ. 1.5 വർഷത്തിൽ അധികം നീണ്ട വിചാരണയ്ക്കൊടുവിൽ വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയായതിനാൽ ശിക്ഷാവിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. അമീറുൽ ഇസ്ലാമിനെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട പ്രതിഭാഗം നൽകിയ അപ്പീലിലും ഡിവിഷൻ ബെഞ്ച് വിധി പറയും. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ സ്വദേശിയായ ജിഷയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ ആഴത്തിലേറ്റ മുറിവുകളായിരുന്നു മരണകാരണം. ജിഷയുടെ കൊലപാതക കേസ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു. പ്രതിയെ പിടികൂടുന്നതിൽ ആദ്യ അന്വേഷണ സംഘം വഴിമുട്ടി. തുടർന്ന് കേസ് അന്വേഷിക്കാൻ പുതിയ പ്രത്യേക സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. കൊലപാതകം സംഭവിച്ച 1 മാസത്തിനു ശേഷമാണ് അന്വേഷണ സംഘത്തിന് പ്രതിയെ പിടികൂടാനായത്. അതിഥി തൊഴിലാളിയായിരുന്ന അസം സ്വദേശി 32-കാരൻ അമീറുൽ ഇസ്ലാമാണ് കേസിലെ ഏക പ്രതി. റിപ്പോർട്ടർ, കൊച്ചി.